ഹലോ മച്ചന്മാരെ, പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം തൃശ്ശൂരിൻ്റെ മ്യൂസിയം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതെന്താ ടോപ്പിക് എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ പോയപ്പോൾ ആ വ്യൂസ് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കുറേ ജീവികളും കുറേ കല്ലുകളും അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ഇതിനൊക്കെ കെമിക്കൽ മുക്കി വെച്ചിട്ടാണ് ഇങ്ങനെ ഇരിക്കണേ, അല്ലാണ്ട് ഇപ്പോൾ നമുക്കൊന്നുമല്ല കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഇതിനെല്ലാം ഇങ്ങനെ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ടാവും, മലയാളത്തിൽ എഴുതിയിട്ടുണ്ടാവും. അതിൻ്റെ താഴെ ഇംഗ്ലീഷ് അറിയെങ്കിൽ മലയാളം വായിക്കാം, മലയാളം അറിയില്ലെങ്കിൽ ഇംഗ്ലീഷ് വായിക്കാം, അങ്ങനെ കേട്ടോ. നേരത്തെ കണ്ടത് ഇങ്ങനെ കുറേ ജീവികളുടെ സർഫേസിലാണ് നടക്കുന്നത്. ഇത് ഇങ്ങനെ പറക്കണ ജീവികൾ എന്ന് വെച്ചാൽ ബേർഡ്സ് അങ്ങനത്തെ കേട്ടോ. ഇത് ഞാൻ പറഞ്ഞ പോലെ കല്ലുകൾ അങ്ങനെ കേട്ടോ. ഓക്കെ, ഇത് കല്ലുകളുടെ കേട്ടോ. ഇതിങ്ങനെ കുറേ പണ്ടത്തെ കല്ലുകളും അങ്ങനെ ഉണ്ട് കേട്ടോ. ഇത് മോഡൽ ഓഫ് ഗോൾഡ് നഗറ്റ് പക്ഷേ റിയലല്ല, ഫേക്കാണ്. അത് ഒരു മോഡൽ എങ്ങനെ ഇരിക്കുമെന്ന് കാണിച്ചാൽ ഇത് ഫോസിലൈസ് അങ്ങനെ കുറേ സംഗതി സാൻഡ് അങ്ങനത്തെ കൂടെ ആയിട്ടുള്ള റിലേറ്റഡ് ആട്ടോ. ഇത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും ചിലപ്പോൾ. പണ്ടത്തെ ആൾക്കാരാണെങ്കിൽ അറിയാം. ഇത് വെള്ളം പൊക്കുന്ന സാധനം കേട്ടോ. അവിടെ എഴുതിയിട്ട് വാട്ടർ ലിഫ്റ്റ് എന്ന്. ഓക്കെ, അതാണ് സാധനം. അപ്പോൾ ഗൈസ് സോറി, എനിക്ക് മൂക്കടപ്പുണ്ട്, അതിൻ്റെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ക്ഷമിക്കണം, സോറി. ഓക്കെ, ഇത് പെന്നാന്ന് പറഞ്ഞിട്ട് സാധനം കേട്ടോ. ഇത് പ്രിമിറ്റീവ് വാട്ടർ ലിഫ്റ്റ്. ഇത് ലൊക്കേറ്റഡ് എറണാകുളത്താട്ടോ. ഓക്കെ, എന്നുവെച്ചാൽ ഈ മ്യൂസിയം എറണാകുളത്തല്ല, ഇത് തൃശ്ശൂരിൽ തന്നെയാണ്. പക്ഷേ ഇത് എവിടെ നിന്ന് കിട്ടിയതാണ് കണ്ടതെന്ന് എനിക്ക് അങ്ങനെ അറിയില്ല. എറണാകുളം തന്നെ റെഡിയുണ്ട്. ഓക്കെ, ഇത് വേറെ എന്തിട്ട് ഇങ്ങനെ ഹോ പോലത്തെ എന്തിട്ട് സാധനങ്ങൾ കേട്ടോ. ഇത് വീണ്ടും വാട്ടർ ലിഫ്റ്റ്, വേറെ ഒരെണ്ണം വാട്ടർ ലിഫ്റ്റ് വീണ്ടും. ഇത് നമുക്ക് എന്തിട്ട് എഴുതിയിട്ട് എനിക്കൊന്നും വായിക്കാൻ മനസ്സിലാവുന്നില്ല. ഓക്കെ, ഇത് വുഡൻ ഷീൽഡ് കേട്ടോ. പണ്ട് ഇങ്ങനെ യുദ്ധത്തിനൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇത് യൂസ് ചെയ്തല്ല, പക്ഷേ യൂസ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നത് കേട്ടോ. ഒരു മോഡലാണത്. ഇത് ഡൂഡലി എന്തിനാണ് പറയുള്ളത്. ഇത് രാജാക്കന്മാരുടെ ക്ലോത്ത് ആട്ടോ. ഓക്കെ, അതിൻ്റെ തൊപ്പി അങ്ങനെ ഉണ്ടായി. ഓക്കെ, പിന്നെ ഇത് പണ്ടത്തെ ആൾക്കാരുടെ സ്റ്റാച്ചു കുഞ്ഞിതും പിന്നെ അവരുടെ ഡ്രസ്സിൻ്റെ പേര് അങ്ങനെ സെറ്റൊക്കെ ആക്കിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ആൾക്കാർ ഗായ്സ് നിങ്ങളൊന്നേ എനിക്ക് പറഞ്ഞ് തൊണ്ട വേനെടുക്കണം. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഒന്ന് ആസ്വദിക്കും. ഞാൻ ഒരു പാട്ട് വെച്ച് തരാം, വെറുതെ അങ്ങോട്ട് ഇരിക്കണ്ട. ഓക്കെ, ഞാൻ ഒരു പാട്ട് വെച്ച് തരാം. ഓ ഗൈസ്, ഇതൊക്കെ പണ്ടത്തെ ചെണ്ടകളില്ലേ അതാട്ടോ. ഞാൻ ഇതൊക്കെ കണ്ടിട്ടുണ്ട്. ചിലത് ഞാൻ കണ്ടിട്ടില്ല, ചിലത് ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, എനിക്ക് അറിഞ്ഞൂടാ അത് എന്തിട്ടാ പേരെന്നൊക്കെ വായിക്കാൻ കിട്ടുന്നില്ല, കാരണം പെട്ടെന്ന് മൊബൈലിന്. ഇത് ഏതൊരു ചെണ്ടയാണ് ഞാൻ കണ്ടതെന്ന് തോന്നുന്നു. ഇത് വേറൊരു ചെണ്ട, ഇത് വേറൊരു ചെണ്ട, അങ്ങനെ കുറേ ചെണ്ടകളുടെ കളക്ഷൻ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. അത് നമ്മൾ കുഞ്ഞിതാണെങ്കിൽ തോന്നുന്നു ഇങ്ങനെ കൈ കൊണ്ട് ടോയ് മേടിച്ചിങ്ങനെ ഇങ്ങനെ തിരിക്കുമ്പോൾ അങ്ങനെ അടിക്കുന്നതാണ്. ഇത് പി ആട്ടോ, പണ്ടത്തെ സ്നേക്ക് പി എന്ന് പറയും. അങ്ങനെ ഉണ്ട്. പിന്നെ ഇത് ഹർബാൻ, പിന്നെ വേറെ ഏതൊരു സാധനം, അത് ഫുള്ള് കാണാൻ പറ്റുന്നില്ല കേട്ടോ. ഓക്കെ, ഫുള്ള് കാണാൻ പറ്റുന്നില്ല. ഇത് പണ്ടത്തെ ഗിറ്റാറാട്ടോ. ഇത് നമ്മളിങ്ങനെ തൃശ്ശൂർ പൂരത്തിലൊക്കെ പോയി ഇങ്ങനെ കൈ കൊണ്ട് അടിക്കുന്ന സാധനം കേട്ടോ. പേരൊന്നും അറിഞ്ഞൂടാ. ഇത് വേറൊരു ചെണ്ട. ഇനി ഞാൻ അവിടെ പോയപ്പോൾ ഒരു വലിയ സ്റ്റാച്ചു ഉണ്ട് കേട്ടോ. ഇത് വേറെ കുറേ കുഞ്ഞ് സ്റ്റാച്ചുകൾ കേട്ടോ, പണ്ടത്തെയാണ് തോന്നണേ. ഇത് നമ്മളിവിടെ എന്തിട്ടോ കല്യാണം അറിയാം, അതിൻ്റെ കേട്ടോ. ഇത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ റെഡാണ് കണ്ടിട്ടുള്ളത്. ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല ഗൈസ്, പേരൊന്നും അറിഞ്ഞൂടാ, സോറി. ഓക്കെ, അങ്ങനെ കുറേ കളറിൻ്റെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ആർക്കറിയാം. ഇത് ഫുള്ള് കാണാൻ പറ്റുന്നില്ല. ഓക്കെ, ഇത് വേറെ ഏതൊരു സാധനം. ഓക്കെ, കയ്യിലെത്തിട്ട് വടിയൊക്കെ ഉണ്ട്. ഓക്കെ,
കാണുമ്പോൾ ഒരു ആണ് ചെയ്തോടെ മൂക്കിലൊക്കെ പൂക്കളുണ്ട് കേട്ടോ. ഇത് പണ്ടത്തെ വാളുകൾ, ഇത് കണ്ടോ വാളുകളാട്ടോ. പണ്ട് ഇങ്ങനെ രാജാക്കന്മാരൊക്കെ യൂസ് ചെയ്തിരുന്ന വാളുകൾ. പിന്നെ ഇത് എന്തിട്ട് സാധനം കിട്ടിയില്ല, എന്തിട്ടാ മനസ്സിലായില്ല. ഇത് ഹെൽമെറ്റ് ആട്ടോ. ഇത് പണ്ടത്തെ യുദ്ധത്തിനുള്ളത്. ഇത് തോക്കാണെന്ന് തോന്നുന്നു. തോക്കാട്ടോ ഇത്. ഇതാണ് തോക്ക്. ഇത് തോക്കല്ല, ഇങ്ങനെ ആക്സുകൾ അങ്ങനത്തെ കുറേ സാധനങ്ങളാണ്. ഇത് പണ്ടത്തെ തോക്കാട്ടോ. തോക്കാണ്. അതാണ് നമ്മുടെ പണ്ടത്തെ തോക്ക്, ഗണ്ണാട്ടോ. ഓക്കെ, അത് പണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ അത് ക്യാനൻ ബോൾസ്. ഇതാണ് തോക്കിട്ട്. വാളുകളുണ്ട്, തോക്കുകളുണ്ട്. ഇത് വേറെ ഒരു ജീവി, ഹൈന എന്ന് പറയും. ഇത് ചീറ്റ ലെബേർഡാട്ടോ. ലൈന്. ഇത് പെൺ ലൈനാട്ടോ, ആണല്ല. ഇത് ടൈഗർ, എല്ലാവർക്കും അറിയാം. ഇത് കുഞ്ഞുണ്ട് കേട്ടോ, രണ്ടുപേരും കിടക്കാം. ഇത് സീബ്ര, വേറെ ഒരെണ്ണം കൂടി ഉണ്ട്. എനിക്ക് തോന്നുന്നു പേരാണെന്ന് കേട്ടോ, സീബ്ര എന്നവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ മാനാണ്, അത് വേലിൻ്റെ സ്കള്ളാട്ടോ. അത് ആനയാണ്. ഇത് മനസ്സിലാവുന്നില്ല ഗൈസ്, കുതിരാണെന്ന് തോന്നണേ. ശരി, നല്ല തിരക്കാട്ടോ അവിടെ ഗൈസ്, ക്ഷമിക്കണം. വേറൊരു ദിവസം പോകാൻ പറ്റിയില്ല, ഒരു രാത്രി നിന്നിട്ട് പോയി. കുറേ സാധനങ്ങളുണ്ട്, കാണിക്കാൻ പറ്റിയില്ല എന്നുള്ളു. എന്നിട്ട് തിരക്കെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ ഒരുമാതിരി തിരക്കായിരുന്നു. അത് ഇതെന്തിട്ട്, ഇത് മരത്തിൻ്റെ പീസാട്ടോ. ഇത് റെഡ് വുഡാണ്. ഒരു ഇവിടെ ഒരു ഹ്യൂമനെ കമ്പയർ ചെയ്താൽ നല്ല സൈസ് ഉണ്ട് കേട്ടോ ഇത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും മൂവ് ചെയ്യാം. റെഡ് വുഡ് എന്ന് പറഞ്ഞാൽ വലിയൊരു മരാട്ടോ. കുറേ ഫോട്ടോസ് ഉണ്ട്. പണ്ടത്തെ നല്ല വലിയ ഇതായിട്ട് നല്ല ഏകദേശം നല്ല വലുതായിരുന്നു. അത് സത്യം പറഞ്ഞാൽ നല്ല ഹൈറ്റിൽ നല്ല വലിപ്പമായതുകൊണ്ട് ഒരു ആളെ കാണുമ്പോൾ ഒരു ഉറുമ്പിൻ്റെ പോലെ തോന്നും ദൂരത്ത് നിന്ന് എടുത്താൽ. ഇത് വേറെ എന്തിട്ടാണ്, ഇത് കോറൽ എന്ന് പറയും. ഇങ്ങനെ സീരിയലിൽ ഉണ്ടാവുന്ന കേട്ടോ. ഇത് മെയിൻലി മീനുകൾക്ക് വേണ്ടിയുള്ള. മീനുകൾ ചില കോറലിൽ അവരിങ്ങനെ കയറിയിരിക്കും, അവരുടെ വീടായിരിക്കും. ഓക്കെ, പണ്ടത്തെ ജാറ്. വേറൊരു കോറൽ, കുറേ കോറൽസ് ഉണ്ട് കേട്ടോ. ഇത് കല്ല് പോലെ ഇരിക്കും, കാരണം അത് വെള്ളത്തിൽ നിന്ന് എടുത്തോണ്ട് കേട്ടോ. കാരണം വെള്ളത്തിൽ നിന്ന് എടുത്താൽ ഇവർ വെള്ളത്തിൽ ആക്റ്റീവാവുള്ളൂ. വെള്ളത്തിൽ നിന്ന് എടുത്തുകൊണ്ട് ഇവരെന്തായാലും കല്ല് പോലെ ആവും. ഇനി വെള്ളത്തിലിട്ട കാര്യമില്ല, കാരണം അവർ കെമിക്കൽസിൽ മുക്കി അവിടെ വെച്ചേക്കുന്ന കേട്ടോ, അല്ലെങ്കിൽ അത് ചീത്തയായി പോകുമ്പോൾ അറിയാലോ. ഇത് വേറെ കുരങ്ങന്മാരുടെ ടൈപ്പാണെന്ന് തോന്നുന്നത്. ഓക്കെ, ഇത് പണ്ടത്തെ ശംഖുകൾ അറിയാലോ, നമ്മൾ കുറേ കേട്ടിട്ടുണ്ട്. ഇത് ഒറ്റ കേട്ടോ, നമ്മളിങ്ങനെ എപ്പോഴും ഇങ്ങനെ കഥയിലൊക്കെ ശംഖു കൊണ്ട് ഊതിയ അങ്ങനെ. ഇത് കെമിക്കലിൽ ഇട്ട നമുക്ക് തന്നെ കാണാം. ഒരു ജാലിലിട്ടത് കുറേ പല്ലുകളും എട്ടുകാലിയും എന്നിട്ട് സ്കോർപ്പിയനും ഒക്ടോബസും കണ്ടാന്ന് തോന്നുന്നത്. ഒക്ടോബസൊക്കെ കണ്ടു കേട്ടോ. അവിടെ ഫിഷ് ഉണ്ട്, കോറലെങ്ങാണ്ടുണ്ട്, കുറേ ഉണ്ട്. സീൻ ഇത് കണ്ടോ, ഒക്ടോബസ് ഉണ്ട് കേട്ടോ. ഈ ഒക്ടോബസിന് ക്ലോസർ ലുക്ക്, ജോയിൻ്റ് ഒക്ടോബസ്. ഓക്കെ, അത് കിട്ടിയില്ല. ഓക്കെ, ഇത് ഒക്ടോബസ് വീണ്ടും. ഓക്കെ, അപ്പോൾ മച്ചന്മാരെ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കാം കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഗൈസ്. Sometimes sour, sometimes sweet.